ഹായ് വെൽക്കം ടു ജിനൂസ് ഫാഷൻ. ഇന്ന് നമ്മൾ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ റെസിപ്പിയാണ് തയ്യാർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചട്പട്ട ചിക്കൻ ആണ്. അപ്പോൾ ഈ ഒരു റെസിപ്പി എങ്ങനെ തയ്യാർ ചെയ്യാമെന്നും അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തെല്ലാമാണെന്നും ഇപ്പോൾ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചിക്കൻ ചട്പട്ടയാണ് ചെയ്യാൻ പോകുന്നത്. നല്ല അടിപൊളി ഫ്രൈ ആണ്, പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയതാണ്. അതിനായിട്ട് നമ്മളിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ബോൺ പീസും ഉണ്ട്, ബോൺലെസ് പീസും ഉണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ നമ്മൾ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് പുരട്ടി നമുക്കിതൊരു 10-15 മിനിറ്റ് നമ്മളിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ച് അപ്പോൾ അതിനായിട്ടുള്ള മസാല ഇപ്പോൾ നമ്മൾ തയ്യാർ ചെയ്യാനായിട്ട് പോവാണ്. അതിനായിട്ട് ഇവിടെ നമ്മൾ സിന്നമൺ സ്റ്റിക്ക് നമ്മളിവിടെ 2 എണ്ണം 2 ഇഞ്ചിൻ്റേത് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് ഏലക്കയാണ്. ഏലക്ക ഇവിടെ 4 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ജാതിപത്രി ഒരു ചെറിയ പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഗ്രാമ്പുവാണ്, ഒരു 7-8 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്ക് വേണ്ടത് ജീരകമാണ്. 1 ടീസ്പൂൺ ജീരകം നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. 2 ടേബിൾ സ്പൂണ് നമ്മൾ മല്ലിയാണ്, മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തിരിക്കുന്നത്, അതും ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 8 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. എരിവിന് അനുസരിച്ച് നിങ്ങൾ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ നമ്മുടെ ബിരിയാണി ഇല ഒരെണ്ണം നമ്മളിവിടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളിത് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നമ്മളിത് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. അപ്പോൾ മസാല നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് കുറച്ച് തണുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് പൗഡർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചു, 15 മിനിറ്റ് വേണം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഓൾറെഡി മസാലയ്ക്കുള്ള ഐറ്റംസ് നമ്മളെല്ലാം വറുത്ത് വെച്ചിട്ടുണ്ട്. അത് തണുത്തതിന് ശേഷം നമുക്കത് പൊടിക്കണം. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു കടായി വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂണോളം എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് നന്നായി ചൂടായിട്ട് വരട്ടെ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഉള്ളിയാണ് ചെറുതായിട്ട് കഴിഞ്ഞ് 2 മീഡിയം സൈസ് ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പോൾ ഉള്ളി ചെറുതായിട്ട് കളർ മാറി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഒരു പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചിക്കൻ ഫ്രൈ ആണ് കേട്ടോ. ചട്പട്ട ചിക്കൻ, അതിനാണ് ഞാൻ പറഞ്ഞത് പേരിട്ടേക്കുന്നത്. ഇത് നമുക്ക് അധികം നമ്മുടെ വീട്ടിൽ തന്നെയുള്ള മസാല തന്നെ ഇട്ട് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വരുവാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സമയത്ത് ചിക്കൻ ഉണ്ടെങ്കിലും മാത്രം മതി. നമ്മുടെ വീട്ടിൽ ബാക്കിയുള്ള സാധനങ്ങൾ എപ്പോഴും കാണുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയ അടിപൊളി ഫ്രൈ ആണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഹോൾ സ്പൈസസ് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ ഒരു മസാല പത്തർക്ക ഫൂൾ എന്നാണ് ഇതിന് പറയുന്നത്. നമ്മൾ ബിരിയാണി കടയിൽ കിട്ടുന്നതാണ്. ഇതും നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ ഞാൻ ഇതും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം നമുക്കൊന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഈ മസാല നന്നായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്. അത് കാരണം നമുക്ക് ഇത് നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നമ്മൾ ഇതുപോലെ മസാലയൊക്കെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കിത് പെട്ടെന്ന് നമുക്ക് നോൺ വെജ് ഐറ്റംസൊക്കെ ചെയ്യാൻ നേരത്ത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സമയം കിട്ടുന്നതനുസരിച്ച് ഇതുപോലെ മസാലകളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് പൊടിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മണമാണ് വരുന്നത്. ഇനി നമുക്ക് ചിക്കൻ നമുക്കൊന്ന് നോക്കാം എവിടെ വരെ ആയെന്നുള്ളത്. അപ്പോൾ നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു പിടി ഞാൻ കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പൊടിച്ച് വെച്ച മസാല നമ്മൾ മൊത്തം ഒറ്റയടിക്ക് ഇടുന്നില്ല, കുറേശ്ശെയായിട്ട് ഇടുന്നുള്ളൂ. 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം. ആദ്യം കുറച്ച് ഇട്ടിട്ട് നമുക്കിത് ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അടുത്ത സെറ്റ് നമ്മൾ ലാസ്റ്റ് മസാലയും കൂടി ഇതിനകത്തേക്ക് ഇടുവാണ്. ചിക്കൻ ഒന്ന് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇത് മൊത്തം ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ പകുതി നാരങ്ങ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് പിഴിഞ്ഞ് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു കളറാണ്, നല്ല ബ്ലാക്ക് കളറാവുന്നവരെ നമുക്കിത് ഒന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത് മസാലയ്ക്ക് നന്നായിട്ട് നമ്മൾ ഫ്രൈ ചെയ്തിട്ടുണ്ട്. ഇനി ലാസ്റ്റിലായിട്ട് നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്, 1 ടീസ്പൂൺ മതി. ഇനി നമുക്കിതിനകത്തേക്ക് മല്ലിയിലയും കൂടി ഇട്ടൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അടിപൊളി ചട്പട്ട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം നമ്മുടെ ചട്പട്ട ചിക്കൻ ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല കളർഫുൾ, നല്ല ഡാർക്ക് കളറാണ്. അതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം കമൻറ്റ്സ് വഴി എന്നെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും വരുന്നതാണ് നിങ്ങളുടെ സ്വന്തം ജിനു.